തിരുവോണ നക്ഷത്രക്കാര് ജൂലൈയിൽ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ടാകും. എല്ലാവർക്കും വേണ്ടി ഓടിയാൽ സ്വന്തം ലക്ഷ്യം പിന്നിലാകും. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചില്ലേ, ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ആഗസ്റ്റ് ഈ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ്. പക്ഷെ ആദ്യം ഒരു മുന്നറിയിപ്പ്. ഈ മാസം ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്താം. അതുപോലെ ഒരു ചെറിയ തീരുമാനവും അടുത്ത ഒരു വർഷത്തിൻ്റെ അടിത്തറ പാകാം. തിരുവോണ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചന്ദ്രനാണ്, അതിദേവൻ മഹാവിഷ്ണു. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം 3 കാൽപ്പാടുകളും. അതിൻ്റെ അർത്ഥം ഓരോ ചുവടും ആലോചിച്ച് മുന്നോട്ട് പോവുക. തിരുവോണ നക്ഷത്രക്കാർ ശാന്തരാണ്, പക്ഷെ അവരെ ദുർബലരായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇവർക്ക് അത്ഭുതകരമായ ക്ഷമയുണ്ട്. മറ്റുള്ളവർ തളരുന്നിടത്ത് നിങ്ങൾ വീണ്ടും ശ്രമിക്കും. നിങ്ങൾക്ക് ബഹുമാനത്തിനും വിശ്വാസത്തിനും വലിയ വിലയാണ്. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, എല്ലാ മാസത്തിൽ ഒതുക്കി വെക്കും. വേദനയുണ്ടെങ്കിലും പറയില്ല, ക്ഷീണമുണ്ടെങ്കിലും കാണിക്കില്ല. ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കാൻ പോകുന്നത്. ജൂലൈയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം വൈകി. ചിലർക്ക് ജോലിയിൽ അംഗീകാരം ലഭിച്ചില്ല, ചിലർക്ക് പണം വരേണ്ടത് വൈകി, ചിലർക്ക് ഒരു ബന്ധത്തിൻ്റെ അകല അനുഭവപ്പെട്ടു. ഒരു നിമിഷം ഇത്രയും ശ്രമിച്ചിട്ട് എന്തും കൊണ്ട് ഫലമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ജീവിതം നിങ്ങളെ നിരസിച്ചില്ല, ശരിയായ സമയത്തിനായി ഒരുക്കുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി വളരെ നിർണായകമാണ്. നിങ്ങളുടെ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു മുന്നറിയിപ്പ്, മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുക്കരുത്. അത് നിങ്ങളുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം. 3-ാം ആഴ്ച മുതൽ പുതിയ പ്രോജക്റ്റ്, പുതിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രമോഷനെ കുറിച്ചുള്ള ചർച്ച ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന തിരുവോണ നക്ഷത്രക്കാർ ഈ മാസം സ്ഥിരതയാണ് ലാഭം. വലിയ റിസ്കുകൾ ഒഴിവാക്കുക, പഴയ ക്ലയൻറ്റുകളെ കൂടുതൽ ശക്തമായി നിലനിർത്തുക. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, കൃഷി, ഹോസ്പിറ്റാലിറ്റി, ഓൺലൈൻ സർവീസുകൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് പുതിയ വളർച്ചയുടെ സൂചനകളുണ്ട്. മാസ അവസാനം പുതിയ കരാർ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചകളിൽ ചില അധിക ചെലവുകൾ വരാം. വീട്ടുമായി ബന്ധപ്പെട്ട ചെലവുകൾ, യാത്ര അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെലവുകൾ. പക്ഷെ മാസത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. മുടങ്ങിയിരുന്ന ഒരു പണം കയ്യിൽ എത്താനും സാധ്യതയുണ്ട്. പ്രണയത്തിൽ തിരുവോണ നക്ഷത്രക്കാർ വളരെ ആത്മാർത്ഥരാണ്, പക്ഷെ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിക്കും, വാക്കുകളിലൂടെ കുറവായിരിക്കും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാം. വിവാഹിതർ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവിടുക. സിംഗിൾ ആയവർ കുടുംബം വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഒരു നല്ല പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മാസം വിശ്വാസം വളരാൻ സമയം നൽകണം. കുടുംബത്തിലൊരു പ്രധാന ഉത്തരവാദിത്വം നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ തീരുമാനം കുടുംബത്തിനും ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായി പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവ അവഗണിക്കരുത്. ഈ മാസം ജോലിയേക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ സമാധാനം. തിരുവോണ നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ വേഗത്തിൽ ഓടിക്കാമെന്ന മാസമല്ല, ശരിയായ ദിശയിൽ നടക്കാൻ പഠിപ്പിക്കാമെന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ക്ഷമയുടെ പരീക്ഷ, അവസാന 2 ആഴ്ചകൾ അതിൻ്റെ പ്രതിഫലം. കരിയറിൽ അംഗീകാരം, ബിസിനസ്സിൽ സ്ഥിരമായ വളർച്ച, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വിശ്വാസം, കുടുംബത്തിൽ സന്തോഷം. ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, തിരുവോണ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭാഗ്യമല്ല, തിടുക്കപ്പെടാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ എല്ലാവരെയും മുന്നിലെത്തിക്കാൻ, കാരണം ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ ചുവട് നിങ്ങളുടെ ഭാവിയിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ തുടക്കമാകാം.